നടക്കുമ്പോൾ ലഡാക്കിൽ ഇന്ത്യൻ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തെന്ന കരസേന മുൻ മേധാവിയുടെ വെളിപ്പെടുത്തലിൽ ലോക്സഭയിൽ ഉന്നയിച്ചതോടെ രാഹുൽ ഗാന്ധിയും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടൽ. നരവനെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സർക്കാർ അനുവദിച്ചില്ലെന്നും ഗുരുതര പ്രശ്നമാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. इसमें नरवणे जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है. इसमें सब लिखा है और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नरवणे जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में പ്രകാശനം ചെയ്യാത്ത പുസ്തകം വായിക്കാൻ പറ്റില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ആധികാരികമല്ലാത്ത രേഖകൾ ഉദ്ധരിക്കാൻ പറ്റില്ലെന്നും കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു. So these are the memoirs. So these are the memoirs of General Naravane, in which पहले ये बताए वह पुस्तक प्रकाशित हुई है कि नहीं हुई है. नहीं हुई है तो किस पुस्तक से वह उल्लेख कर रहे हैं? कॉन्फ्रेंस के साथ कहना चाहता हूं. माननीय रक्षा मंत्री जी सदन में ऑथेंटिक बात बोल रहे हैं. वो ये बोल रहे हैं कि इस पुस्तक का प्रकाशन हुआ नहीं हुआ, उसका जवाब दे दें आप. 2020 മെയ് 5 ലഡാക്കിൽ ഇന്ത്യ ചൈന സൈനികർ നേർക്കുനേർ എതിരിട്ട സംഭവത്തെക്കുറിച്ചാണ് നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം. ഇതേക്കുറിച്ച് കാരവാൻ മാഗസീനിൽ വന്ന ലേഖനം വായിക്കാനാണ് രാഹുൽ ശ്രമിച്ചത്. സംഘർഷ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന ആരോപണം വെട്ടിലാക്കുമെന്ന ഉറപ്പായതോടെ കേന്ദ്രമന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തെത്തിയതാണ് നമ്മൾ ഈ കണ്ടത്. ലിജോ വർഗീസ് കൂടുതൽ വിശദമായി പറയും കാര്യങ്ങൾ. ലിജോ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായത്. നഖശികാന്തം എതിർക്കുക എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു അവരുടെ വാക്പോര അങ്ങോട്ട് ആ മണിക്കൂറുകളിലെല്ലാം കടന്നുപോയത്. എന്തൊക്കെയാണ് ലിജോ ഇന്ന് ലോക്സഭയിൽ സംഭവിച്ചത്? സംഗീത, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഉള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ഈ ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. BJP-യിൽ നിന്ന് സംസാരിച്ച തൊട്ടു മുൻപ് സംസാരിച്ച MP-യുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്കുള്ള രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് ചർച്ചകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസംഗമുണ്ടായിരുന്നു. തേജസ്വി സൂര്യയാണ് കോൺഗ്രസിനെ വിമർശിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇതിന് എതിരെ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച് തുടങ്ങിയ നിന്നാണ് വലിയ തരത്തിലുള്ള ബഹളമായി ഈ വിഷയം മാറുന്നത്. 2020-ലാണ് ഗാൽവാൻ കുന്നുകളിൽ മലനിരകളിൽ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ചൈനീസ് സൈന്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് അത് വലിയ തരത്തിലുള്ള വാർത്തയാവുകയും ഏതാണ്ട് 20 സൈനികർക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്ത വലിയൊരു സംഘർഷമായിരുന്നു. ആ സംഘർഷത്തിനിടയിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗിന്റെ ഭാഗത്ത് നിന്ന് മതിയായ പിന്തുണ ലഭിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്നത്തെ സൈനിക മേധാവിയായിട്ടുള്ള MM നരവനെ വ്യക്തമാക്കുന്നത്. MM നരവനെ 2019 തൊട്ട് 2022 വരെ സൈന്യത്തിന്റെ മേധാവിയായിരുന്നു, കരസേനാ മേധാവിയായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ സമയത്ത് ചൈനീസ് ആ മലനിരകൾക്ക് താഴെ നിന്ന് ചൈനീസ് സൈന്യം ഇന്ത്യൻ ഭൂമിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ പ്രതിരോധ മന്ത്രിയോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആവശ്യപ്പെട്ട് അങ്ങോട്ട് വിളിക്കുകയും അതിന് കൃത്യമായി മറുപടി നൽകാതിരിക്കുകയും ചെയ്തു. പിന്നീട് എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്തോളൂ എന്ന ഉത്തരമാണ് പിന്നീട് ലഭിച്ചതെന്നും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിൽ സൈന്യം പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. അത്തരത്തിലൊരു ആരോപണമാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി സഭയിലും വ്യക്തമാക്കിയത്. MM നരവണയുടെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ദ കാരവാൻ എന്ന മാഗസിനിൽ ഇന്നലെ വന്ന ലേഖനം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അത്തരത്തിൽ പ്രസംഗിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനിടയിൽ തന്നെ ആദ്യഘട്ടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വലിയ തോതിൽ ഇത്തരത്തിൽ ഒരു വിഷയം ഉന്നയിക്കാൻ കഴിയില്ല എന്നും പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ പേരിലുള്ള ചർച്ച നടത്താൻ കഴിയില്ല എന്നും ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കി. എന്നാൽ രാഹുൽ ഗാന്ധി പിന്മാറാൻ തയ്യാറായില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെല്ലാവരും ചേർന്ന് രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ആ ഘട്ടത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ MP-മാരും വളരെ ശക്തമായി രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. റൂളുകൾ ഉപയോഗിച്ച്
ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ മറ്റു മാഗസിനോ അധികരിച്ചുകൊണ്ടുള്ള പ്രസംഗം അംഗീകരിക്കാൻ കഴിയില്ല. അത് അത്തരത്തിലൊരു ചട്ടം ഇല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഈ വിഷയത്തെ നേരിട്ടത്. എന്നാൽ പിന്മാറാൻ തയ്യാറാവാതിരിക്കുകയും വലിയ തോതിൽ വാക്പോരുണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 3 മണിവരെ ഇന്നിപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി സഭയിൽ ഇരിക്കെ തന്നെയാണ് ഇത്രത്തോളം വളരെ ശക്തമായ വിമർശനം പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമെതിരെ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ചൈന ഇന്ത്യയുടെ കൈലാസ പർവ്വത നിരകൾ പിടിച്ചടക്കി, അല്ലെങ്കിൽ കൈലാസ പർവ്വത നിര പിടിച്ചടക്കാൻ ചൈനയ്ക്ക് അനുവാദം നൽകുന്ന തരത്തിൽ പ്രതിരോധ മന്ത്രിയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അത്തരത്തിലൊരു നീക്കമാണ്, അങ്ങനെ ഒരു അത്തരം ഒരു നീക്കത്തിലേക്കാണ് സൈനിക മേധാവിയെ തള്ളിയിട്ടത് എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്, വിമർശിച്ചത്. ഏതായാലും 3 മണിക്ക് ശേഷം സഭ വീണ്ടും ചേരും. ആ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും സഭ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മറ്റൊരു തരത്തിൽ ചർച്ചയ്ക്ക് സഭ തയ്യാറാകുമോ അല്ലെങ്കിൽ ഭരണപക്ഷം തയ്യാറാകുമോ എന്നുള്ള കാര്യം കൂടി ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.